താങ്കൾ വി എസ് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തന്നെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പാമോലൻ കേസിൽ അദ്ദേഹം വലിയ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ആർ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ അദ്ദേഹം ഇടമലയാർ കേസിൽ വലിയ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഐസ്ക്രീം പാർലർ കേസിൽ അദ്ദേഹം നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള അഭിഭാഷകർ പണം വാങ്ങാതെ സേവനം ചെയ്യുന്നു. ഇതൊക്കെ കേരളീയരായ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ വ്യക്തിനിഷ്ഠമായിരുന്നു, അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നോ, അതോ ഒരു കോസാണോ അദ്ദേഹം മുന്നോട്ട് വെച്ചത്? വി എസിന്റെ പോരാട്ടങ്ങളെ അതൊരു മനുഷ്യന്റെ വാശി എന്നുള്ള നിലയിലാണോ, ഒരു ലാർജർ സോഷ്യൽ കോസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്നുള്ള നിലയിലാണോ, ഒരു അടുത്ത സഹയാത്രികൻ എന്നുള്ള നിലയിൽ താങ്കൾ കണ്ടിട്ടുള്ളത്? അഭിലാഷ് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഈ ഇടമലയാർ കേസായാലും പാമോലിൻ കേസായാലും അതുപോലെ വി എസ് ഇടപെടുന്ന വ്യവഹാരങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിനിഷ്ഠമായിട്ടല്ല. അതൊരു പകപോക്കൽ രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ വൈരനിര്യാതന ബുദ്ധിയുടെ രാഷ്ട്രീയമല്ല. അതൊരു കോസിൻ്റെ, അതായത് അഴിമതിക്കെതിരായിട്ടുള്ള, സ്ത്രീവിരുദ്ധ നിലപാടിനെതിരായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു കോസിൻ്റെ കാര്യത്തിലാണ് വി എസ് വ്യവഹാരങ്ങളിൽ ഇടപെടുന്നത്. അല്ലാതെ വി എസ് ഒരാളോട് പക, ഇപ്പോൾ വ്യക്തിപരമായിട്ട് നോക്കിയാൽ ബാലകൃഷ്ണപിള്ളയോട് വി എസിന് എന്താ പകയുണ്ടാവേണ്ട കാര്യം? അല്ലെങ്കിൽ ഇപ്പോൾ ഐസ്ക്രീം കേസിൻ്റെ കാര്യം പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് വി എസിന് പകയുണ്ടാവേണ്ട കാര്യം എന്താണ്? വി എസ് ഒരു കോസിന് വേണ്ടി നിൽക്കുകയാണ്. അഴിമതിക്കെതിരായിട്ടൊരു പോരാട്ടത്തിൽ വി എസിന് കോംപ്രമൈസുകളില്ല. ഒരു കാര്യത്തിലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാറില്ല, ചെയ്തിട്ടുമില്ല എൻ്റെ അറിവിൽ. ഒരു പോരാട്ടത്തിൽ ഇറങ്ങിയാൽ, ഇപ്പോൾ വി എസിനെ കുറിച്ച് മഹാനായ എം.എൻ. വിജയൻ പറഞ്ഞ ഒരു വാക്കാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. പരാജയം ഭക്ഷിക്കുന്ന നേതാവാണ് വി എസ്. എങ്കിലും പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള സമരങ്ങൾ പോലും നയിച്ച ആളാണ് വി എസ്. പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും പാർട്ടിയിലായാലും ഗവൺമെൻറ്റിലായാലും ഏത് കാര്യത്തിലായാലും വി എസ് പരാജയത്തെ ഭയക്കാറില്ല. അതുപോലെ തന്നെ ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അത് ഏതറ്റം വരെയും പോയി അതിന് പരിഹാരം കാണാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്തൊരു നേതാവാണ്. അല്ലാതെ വി എസ് ഒരു പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ ആളല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടങ്ങൾ കൃത്യമായി കേരളം വീക്ഷിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിക്കുമ്പോൾ ശ്രീ ജോസഫ് സി മാത്യു, ഇന്നലെ കെ സുരേഷ് കുമാർ IAS സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ ഓൺലൈൻ ലോട്ടറി നിരോധനത്തിലേക്ക് നയിച്ച വി എസിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറയുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സുരേഷിനോട് സംസാരിക്കുന്നു. അപ്പോൾ 1.5 മണിക്കൂർ സംസാരിച്ചു. വി എസിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ, എത്രയോ പാവപ്പെട്ട തൊഴിലാളികൾ, സാധാരണ വരുമാനക്കാർ, അവർ തൊഴിൽ ചെയ്തവരുടെ ദിവസ വേതനത്തിന്റെ ഒരു വലിയ ഭാഗം ഈ ലോട്ടറിക്കാരന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ ലോട്ടറി മാഫിയ കൊണ്ടുപോകുന്നത് ഒരു വലിയ ചൂഷണമായി മാറുകയും സാമൂഹ്യ പ്രശ്നമായി മാറുകയും ചെയ്യുന്നു. ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് വി എസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൺസേൺ അതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഏത് വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളത് പ്രധാനമാണ്, എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതും പ്രധാനമാണ്. വി എസ് ഈ വിഷയങ്ങളിലേക്കൊക്കെ എത്തിയ രീതി എങ്ങനെയായിരുന്നു? താങ്കൾ അടുത്തു നിന്ന് നിരീക്ഷിച്ചിട്ടുള്ള ആളാണല്ലോ. തീർച്ചയായിട്ടും ലോട്ടറി വിഷയമാണെങ്കിൽ സുരേഷ് കുമാർ സാറ് ഈ വിഷയം പഠിക്കുന്ന, അല്ലെങ്കിൽ വിഷയത്തിൽ ഇടപെടാൻ പറ്റുന്ന ആളുകൾ വി എസിൻ്റെ അടുത്ത്, ഒരുപക്ഷെ സുരേഷ് കുമാർ സാറ് വി എസിനോട് വരുന്നത് വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണ്. ആ സമയത്താണ് സാന്റിയാഗോ മാർട്ടിൻ കേരളം ഭരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ, പാവങ്ങളുടെ രക്തം ഊറ്റി കുടിച്ച ഒരാളായിരുന്നു ഈ സാന്റിയാഗോ മാർട്ടിൻ. അതിനുശേഷം വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇടപെട്ട വിഷയം UDF ഗവൺമെൻറ്റാണ് ഭരിച്ചിരുന്നതെങ്കിലും അതിനുശേഷം മുഖ്യമന്ത്രിയായപ്പോൾ വി എസ് ആ ലോട്ടറി വിഷയം വീണ്ടും ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആ ലോട്ടറി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മറ്റ് വിവാദങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിൽ വി എസ് ഉറച്ചു നിൽക്കുകയും ആ ലോട്ടറി സാമ്രാജ്യത്തെ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി.